ഇസ്രായേലിനുള്ളിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും ആക്രമണങ്ങൾ കടുപ്പിക്കുക എന്ന ഇറാന്റെ തന്ത്രമാണ്, അല്ലെങ്കിൽ ഇറാന്റെ യുദ്ധരീതിയാണ് ഇപ്പോൾ നടപ്പാകുന്നത് എന്നാണ് ഉയരുന്ന വിലയിരുത്തലുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ അതിർത്തിക്കുള്ളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ 10-ലധികം ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇസ്രായേലിനുള്ളിലേക്ക്, അതും ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിലേക്കും സെറ്റിൽമെന്റുകൾക്കുള്ളിലേക്കും ഉണ്ടായിക്കഴിഞ്ഞു. ഇന്നലെയും നടന്ന ആക്രമണങ്ങളിൽ, അതും ആർട്ടിലറി മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ നിരവധി ഇടങ്ങളിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെടുകയും അതുപോലെ തന്നെ ചില സൈനികർ കൊല്ലപ്പെട്ടതായി അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. 9 തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇന്നലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇറാഖിൽ നിന്നുള്ള ഇറാന്റെ പിന്തുണയുള്ള ഒരു ഗ്രൂപ്പ് അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പവർ സ്റ്റേഷൻ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.